സച്ചിനും രേവതിയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷം വളരെ ഗംഭീരമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സച്ചിൻ രേവതിയും വീട്ടുകാരും. എന്നാൽ സച്ചിയുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാലോ. തന്റെ സ്വർണം മുഴുവനും മുക്കുകൊണ്ടമായുള്ള വിഷമമാണ് സച്ചിക്ക്. രേവതി ആണെങ്കിൽ സച്ചിയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അച്ഛമ്മയുടെ ഈ 80ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊളവാകാതിരിക്കാൻ വേണ്ടി സച്ചിയുടെ മുന്നേ കൂട്ടി പറഞ്ഞിരിക്കുകയാണ്. തലയിലടിച്ച് സത്യവും കൂടി വാങ്ങിച്ചു കേട്ടോ. ഒരു കാരണവശാലും തൻ്റെ ചേട്ടനെ ഈ പേരും പറഞ്ഞ് ശിക്ഷിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും ചോദിക്കാൻ പോലും നിൽക്കാൻ പാടില്ല എന്ന് രേവതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്കൊന്നും ചോദിക്കാൻ പറ്റിയൊരവസ്ഥയിൽ വീർപ്പ് മുട്ടി നടക്കാണ്. സച്ചിയെ കണ്ടപാട് അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലെന്ന് തന്നെയാണ് സച്ചി പറയുന്നത്. ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിട്ട് നമ്മുടെ സുധീനെ സച്ചി നോക്കുമ്പം സുധിയുടെ അകവാള് കത്തി പോവാണ് കേട്ടോ. പലതവണ ഇവനിങ്ങനെ നോക്കുമ്പോഴും സുധിക്ക് പേടിയാവാണ്. സുധി പോയിട്ട് ചന്ദ്രനോട് പറയുന്നുണ്ട്, അമ്മേ അവന്റെ നോട്ടം അത്ര ശരിയല്ല. അവൻ പലതവണയായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോ സുധിയോട് ചന്ദ്ര പറയുന്നുണ്ട്, എടാ അവൻ അറിഞ്ഞൊന്നും കാണില്ല, നീ പേടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അമ്മേ അതല്ല, അമ്മേനെ ആലോചിച്ച് നോക്കേ, അവരൊരു പക്ഷേ ആ സ്വർണം കൊണ്ട് പോയത് അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ എങ്ങാണോ ആണെങ്കിലോ, ഇനി അത് കടയിൽ കൊണ്ടുപോയപ്പോഴെങ്ങാണം സ്വർണം അല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞെങ്കിലോ. എൻ്റെ പൊന്നടാ, നിന്റെ വായും കൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്ക്. കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുക. നിന്റെ അച്ഛനെങ്ങാണെന്ന് അറിഞ്ഞ എന്നെ കൊല്ലും. നിന്റെ അച്ഛമ്മയെങ്ങാണ് അറിഞ്ഞ പിന്നെ തീർന്നു. നമ്മൾ രണ്ടുപേരും ജീവനോടെ ഇവിടെ കുഴിച്ചു മൂടുമെന്നും ചന്ദ്ര പറയുന്നുണ്ട്. അമ്മേ എനിക്കാണെങ്കിൽ ആകെപ്പാടെ പേടിയാവുക. മിണ്ടിപ്പോകരുത്, നീ കാരണം എന്തുമാത്രം പ്രശ്നങ്ങളാ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, അമ്മേ അങ്ങനൊന്നും പറയില്ലമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ അന്നേരത്തെ അവസ്ഥ അങ്ങനല്ലായിരുന്നോ? അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട ഒന്നും മിണ്ടണ്ട, നീ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ, മിണ്ടാതെ പോവങ്ങോട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എന്താണ് അച്ഛമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പോണെന്ന് ഓർത്ത് രണ്ടുപേരും ആകെപ്പാടെ വിഷമത്തിലാണ്. രേവതിയുടെ കാലുയ്യാത്ത സമയങ്ങളായതുകൊണ്ട് സച്ചിക്ക് അങ്ങനെ ഓടാൻ പോകാനും പറ്റിയില്ല. രേവതിക്കും വരുമാനം കുറഞ്ഞു, ഹോസ്പിറ്റൽ ചെലവ് എല്ലാം കൂടിയിട്ട് നമ്മുടെ സച്ചിയിലെ പൈസ ഒന്നും ഇല്ല കേട്ടോ. അച്ഛമ്മയ്ക്ക് എല്ലാവരും സ്വർണത്തിൻ്റെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് തന്നെ താനും കൊടുക്കണമെന്നുള്ളത് സച്ചിയുടെ ഒരു ഡ്രീം ആയിരുന്നല്ലോ. പക്ഷെ നടക്കാതെ പോയതുകൊണ്ട് സച്ചിക്ക് വല്ലാത്ത വിഷമമാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ടായിരുന്നല്ലോ, കാശ് കൊടുത്തുള്ളതല്ല, അച്ഛമ്മയുടെ മനസ്സിൽ തട്ട് നിൽക്കുന്ന പോലത്തെ ഗിഫ്റ്റാണ് കൊടുക്കണ്ടേന്ന്. അങ്ങനെ സച്ചി ആലോചിച്ച് അതിന് ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം വരികയാണ് കേട്ടോ. സദ്യയും ആഘോഷമൊക്കെ ആയിട്ട് ആ ഒരു ദിവസം വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാ എല്ലാവരും അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ മഹിമയും അതുപോലെ സച്ചിയുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും പിന്നെ നമ്മുടെ ഭാമയാൻറ്റിയും അങ്ങനെ എല്ലാവരും ആ വീട്ടിലേക്ക് വിളിച്ചവരെല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് അച്ഛമ്മയ്ക്കുള്ള സമ്മാനം കൊടുക്കാണ്. അവസാനമായിട്ട് സച്ചിയുടെയും രേവതിയുടെയും ചാൻസ് ആണ്. അപ്പോ വർഷ ചോദിക്കുകയാണ്, അല്ല രേവതി ചേച്ചി, നിങ്ങളുടെ സർപ്രൈസ് എന്താ? എന്തായാലും നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ടേ എല്ലാം മറച്ചു വെച്ചിരിക്കുക, ഞങ്ങളെ ആരെയും കാണിച്ചില്ല. എന്തായാലും എന്താന്ന് പറ, പെട്ടെന്ന് സർപ്രൈസ് പൊളിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. സച്ചിൻ രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, വെള്ള സെറ്റ് സാരി ആയിരിക്കും, അതങ്ങ് എടുത്ത് കൊടുക്കടാ, അതിനാണോ നീ ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? അപ്പോ അച്ഛമ്മ പറയുന്നുണ്ട്, നിനക്കെന്താ അത്രയ്ക്ക് പുച്ഛം? എന്റെ മകനെടുത്തു തന്ന ഒരു സൂചിയാണെങ്കിലും എനിക്കിത് വലിയ വില തന്നെയാ. അതിന്റെ വിലയൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അച്ഛമ്മ പറയാൻ കേട്ടോ. അപ്പോ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് ഒരിക്കലും സർപ്രൈസ് ഉണ്ടാലേ അച്ഛമ്മ ഞെട്ടി പോകും എന്ന് പറയാണ്. ഓ പിന്നെ ഞെട്ടും, ഞങ്ങൾ ഒരുത്തിനേക്കാളും കൂടുതലൊന്നും നീ കൊടുക്കില്ലല്ലോ എന്ന് സുധി പറയാണ്. അത് കാണാടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുധി വന്ന് നോക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ സുധി മിണ്ടാതിരിക്കാണ്. ഈ ഒരു സമയത്ത് സച്ചി ഇങ്ങനെ കേറിപ്പോരെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇവനിത് ആരെയെ വിളിക്കുന്നതെന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് 2-3 പ്രായമായ അമ്മമാര് കയറി വന്നിട്ടോ. ഇവരെയൊക്കെ കാണുമ്പോ നമ്മുടെ അച്ഛമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. പെട്ടെന്ന് അവരെല്ലാരും പോയി അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാം ആരായെന്ന് സുധി ചോദിക്കാണ്. അപ്പോ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ, എന്റെ സ്കൂള് കാലം മുതലുള്ള എന്റെ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവരും ഭയങ്കര സന്തോഷമാകുന്നു കേട്ടോ. അവര് പറയാണ്,
നിന്നെ കാണാനായിട്ട് ഞങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, കുടുംബം, കുട്ടികളും കൊച്ചുമക്കളും എല്ലാം ആയിപ്പോയപ്പോ നമ്മൾ പിരിഞ്ഞു പോയതല്ലേ എന്ന് പറയാം കേട്ടോ. അവര് 3-4 പേരുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ അടുത്ത് വരികയാണ്. അച്ഛമ്മ പറയാണ്, ഞാനും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. നാട്ടുമ്പുറത്തുനിന്ന് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ താമസം മാറിയില്ലേ, ഞാൻ എന്തായാലും എന്റെ നാട് വിട്ട് പോയില്ലെന്ന് ഉറപ്പിച്ചിരിക്കായിരുന്നു. ആ നാടും പാടവും തൊടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് കൂടി. അതുകൊണ്ടാ നിങ്ങളൊന്ന് കാണാന് എനിക്ക് പറ്റാഞ്ഞത്. പക്ഷെ നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോ അവര് പറയാണ്, ഞങ്ങളും അങ്ങനെ തന്നെയാ. ഇപ്പത്തെ കാലത്തെ കുട്ടികളുടെ ഫോണുണ്ട്, അവർക്ക് പരസ്പരം വിളിക്കാനും അവർക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇല്ലല്ലോ, നേരിട്ട് കാണാനല്ലേ നമുക്ക് പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി പറയാണ്, അതെ അല്ലടാ സച്ചി, നീ എങ്ങനെ ഇവരെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛമ്മയ്ക്ക് തരുന്ന സമ്മാനം പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കരുത്. പകരം അച്ഛമ്മയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഓരോ ഓർമ്മയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് ഒപ്പിച്ചത്. അച്ഛമ്മ പണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛമ്മയുടെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ? അച്ഛമ്മ ജീവന് വലിയ സ്നേഹിച്ച അച്ഛമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളെ പറ്റി അച്ഛമ്മ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ എല്ലാ പേരുകൾ മനസ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ അതിൻ്റെ കറക്കത്തിലായിരുന്നു. അങ്ങനെ ഇവരെ 3 പേരെയും ഞാൻ പോയി കണ്ടുപിടിച്ചു. ഇങ്ങനെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഇന്നേ ദിവസം എൻ്റെ അച്ഛമ്മയ്ക്ക് സന്തോഷമാണെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല 10-40 വർഷമായിട്ട് കാണാത്ത സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം, അതാണ് എനിക്ക് വലുതെന്ന് സച്ചി പറയാൻ കേട്ടോ. അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞു മോനെ. എല്ലാവരും തന്ന വില കൂടിയ സമ്മാനത്തെക്കാട്ടിലൊക്കെ വലുത് എനിക്ക് ഈ സമ്മാനം തന്നെയാണ് എന്ന് പറയാണ്. അപ്പോഴേക്ക് ശ്രുതിയോട് പറയുന്നുണ്ട്, നമ്മുടെ സ്വർണം പോയല്ലോ ശ്രുതി. അച്ഛമ്മ തരുന്ന സ്വർണ്ണ സമ്മാനം ഓർത്തിട്ടാ ഞാൻ അത്രയും വില കൂടിയുള്ളതൊക്കെ കൊടുത്തത്. അല്ല ഞാനതൊന്നും കൊടുക്കാൻ നിൽക്കില്ലായിരുന്നു. ഒന്ന് മിണ്ടാ നിൽക്കുക ശ്രുതി എന്ന് ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. രേവതിയും സച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവരെ കാണണമെന്നുള്ളത്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അത് നടക്കില്ലെന്നോർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ ഇവരെ എൻ്റെ അടുത്തെത്തിച്ചല്ലോ. നിങ്ങൾ എൻ്റെ ഒരിക്കലും മറക്കാത്ത അനുഭവം മക്കളെ ഇത്. ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ്, പിന്നെ അങ്ങനൊന്നും മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി 10-30 വർഷവും കൂടി ഞങ്ങളുടെ കൂടെ വേണം ഞങ്ങളുടെ അച്ഛമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതെ കേക്ക് ചീത്തയാവുന്നു, ഒന്ന് കേക്ക് മുറിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്രാന്തം പിടിച്ചവൻ എന്ന് അച്ഛൻ പറയാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് സച്ചിക്കാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത്. പിന്നെ രേവതിക്കും അങ്ങനെ രവിക്കും ബാക്കി എല്ലാവർക്കും അച്ഛമ്മ കേക്കൊക്കെ കൊടുക്കാണ്. ഭയങ്കര ആഘോഷമായിട്ട് നമ്മുടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഭയങ്കര ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും എനിക്കിന്ന് സമ്മാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വലിയ സമ്മാനം അവർക്ക് കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് സച്ചിൻ രേവതി ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് പരമ്പരാഗതമായി അച്ഛമ്മ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്വർണ്ണ നാണയമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വില വരുന്നൊരു നാണയം തന്നെയാണ്. ആ ഒരു കോയിൻ സച്ചിക്കും രേവതിക്കും വേണ്ടി കൊടുക്കുക കേട്ടോ. ഇത് പാരമ്പര്യമായി കിട്ടിയ ഒരു കോയിനാണ്. ഇത് കളയാതെ സൂക്ഷിക്കണം കേട്ടോ എന്ന് 2 പേരോടും പറയാണ്. സച്ചി പറയുന്നുണ്ട്, ഞാൻ കളയില്ലമ്മേ, പക്ഷെ ഇവിടെ ചില കള്ളന്മാരൊക്കെ ഉണ്ട്. ഇതെങ്ങാനും കൊണ്ടുപോയി ബുക്ക് കൊണ്ടുവാക്കി വെക്കുവാന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടി അമ്മയെ നോക്കാണ്. ചന്ദന കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിടാ എന്നും പറഞ്ഞ് കണ്ണടച്ച് കാണിക്കാൻ കേട്ടോ. നമ്മുടെ ശ്രുതിയെ വിറയ്ക്കാണ്. അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാ പിന്നെ നമുക്കെല്ലാവർക്കും ഇനി സദ്യ കഴിച്ചാലോ എന്ന് ചോദിക്കാണ്. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കുമ്പോൾ നമ്മുടെ രേവതി വിളമ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. അച്ഛമ്മ പറയുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ മോള് അവിടെ നിൽക്കുന്നത്? മോള് സച്ചിൻ അരികെ വന്നിരുന്ന് കഴിച്ചേ, മോളാണ് കഴിക്കാനുള്ള ഏറ്റവും യോഗ്യതയുള്ള ആള് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് കൊടുക്കുക. രേവതിനെ അടുത്ത് പിടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരു ഓണാഘോഷം പോലെ തന്നെ നമ്മുടെ അച്ഛമ്മയുടെ ബർത്ത്ഡേ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ച് സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചി പറയാണ് രേവതിയോട്,
ആഘോഷങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അച്ഛമ്മയോട് ഇറങ്ങുന്ന താമസം എന്റെ ആയിത്തടി അവന്റെ കരണത്ത് വീഴും, അവനിവിടെ കിടന്ന് പിടയും, സത്യങ്ങൾ അവൻ വിളിച്ചു പോവും എന്നൊക്കെ പറയുമ്പോ രേവതി പറയാണ്, എന്റെ സച്ചിയുടെ ഒന്ന് മിണ്ടാതിരിക്ക്. അച്ഛമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടോ, ആ സന്തോഷം സച്ചേട്ടനായിട്ട് ഇല്ലാതാക്കരുത് എന്നൊക്കെ പറയാണ്. അങ്ങനെ കൂട്ടുകാരെല്ലാം പോവാണ്. എല്ലാവരും ഓരോ ജോലിയൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട്, എടാ സച്ചി ഞാൻ എന്നാ പോവാണെന്ന് പറയുമ്പോ, എന്താ അച്ഛമ്മ ഇത് ഈ സമയത്ത് അച്ഛമ്മ പോവാനോ? വേണ്ട വേണ്ട, അവിടെ ചെല്ലുമ്പളേ രാത്രിയാവും, നാളെ രാവിലെ അങ്ങോട്ട് പോയാൽ മതി, ഇന്നിവിടെ ഞങ്ങളോട് തങ്ങിട്ടെ അങ്ങ് നിന്നാ അങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോ, അല്ലടാ അവിടെ തിരക്കല്ലേ? ഒരു തിരക്കുമില്ല, അതൊന്നും സാരയില്ല, അവിടെ പണിക്കാറുണ്ടല്ലോ. ഒരു ദിവസമേ എന്റെ ഈ അമ്മ മാറിയെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോണില്ല. അത് മാത്രല്ല ഇന്ന് രാത്രിയാവും ചെല്ലുമ്പോ എന്റെ അച്ഛമ്മേനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ? പിന്നെ ഒന്ന് പോടാ, എന്നെ തട്ടിക്കൊണ്ട് പോകാൻ പോവല്ലേ എന്ന് പറയുമ്പോ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛമ്മേ, ഈ ഒറ്റക്കുള്ള യാത്രയൊക്കെ ഒന്ന് നിർത്തണം. ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ, ആളുകളൊക്കെ ഇതൊക്കെ നോക്കിയിരിക്കും. നാട്ടുംപുറമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലായിടത്തും ഉണ്ട് കള്ളന്മാര്, എല്ലാ മനുഷ്യരും നല്ലവരൊന്നും അല്ല. അച്ഛമ്മ സൂക്ഷിക്കണം. അച്ഛമ്മയോട് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, നല്ല പേടിയുണ്ട് എന്ന് പറയുമ്പോ അച്ഛമ്മ പറയാണ്, എനിക്ക് 80 വയസ്സായില്ലേ മോളെ, ഇനി ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. അങ്ങനെ ആക്രാന്ന് മൂത്ത് എന്തെങ്കിലും സ്വർണം വേണമെന്ന് പറഞ്ഞ് വരുന്നമാരാണെങ്കിലേ അങ്ങ് കൊണ്ടുപോട്ടെ മോളെ. പിന്നെ ഈശ്വരനുണ്ട് എനിക്ക് കൂട്ടായിട്ട്, ആ വീടും ആ നാട്ടുകാരും എല്ലാം എനിക്ക് കൂട്ടണമെന്നാ എന്റെ വിശ്വാസം. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കല്ല ജീവിച്ചത്, ഇനി അങ്ങോളം അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറയാണ്. അങ്ങനെ അന്ന് അച്ഛമ്മ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അച്ഛമ്മ കുളിച്ച് റെഡിയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സച്ചി പറയാണ്, ഞാൻ അച്ഛമ്മനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാന്ന്, ബസ് സ്റ്റാൻഡിലേക്ക് ആക്കാന്ന് പറയാണ്. രാവിലെ രേവതി ആണെങ്കിൽ നല്ല തിരക്കിട്ട പണിയായിരിക്കും കേട്ടോ. ഈ സമയത്ത് ശ്രുതി ആണെങ്കിൽ കുളിച്ചിറങ്ങി ഹാള് വന്നിരുന്ന് രേവതി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മയാണെങ്കിൽ കലിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട്, എന്താടി നീ പറഞ്ഞത്? അല്ല അച്ഛമ്മേ, ഞാൻ രേവതിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. നിന്റെ കയ്യിലെ വളയെന്ന് ഊരി പോവില്ലല്ലോ, മര്യാദയ്ക്ക് പോയി എടുത്തു കഴിക്കടി. ഞാൻ പോയ പുറകെ നീ നിന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ചല്ലേ? രേവതി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? 3 പേരും കൂടി ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത്? വർഷ പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ, വീടൊക്കെ ക്ലീൻ ചെയ്യാനും പച്ചക്കറി എറിയാനും അങ്ങനെ എന്നെ കൊണ്ട് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. അപ്പോ ശ്രുതിയോട് ചോദിക്കാണ് അച്ഛമ്മ, അല്ല നീ ഒന്നും ചെയ്യാറില്ലേ? അത് പിന്നെ അച്ഛമ്മേ, എന്താടി നീ ഒന്ന് മുക്കോ മുളം ചെയ്യുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ വീട്ടിൽ 3 മരുമക്കളുണ്ടെങ്കിലേ 3 പേരും ഒരുപോലെ ചെയ്യണം, അല്ലാതെ രേവതി നിന്റെ വേലക്കാരി ഒന്നുമല്ല എന്ന് പറയാണ്. അപ്പോ ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാൻ ഇനി ചെയ്തോളാം. അപ്പൊ വർഷയുടെ അച്ഛമ്മ പറയുന്നുണ്ട്, വർഷേ എല്ലാ ദിവസവും ഇവൾ എന്തൊക്കെയാ ചെയ്യുന്നതിനുള്ള കാര്യം എന്നെ വിളിച്ച് അറിയിക്കണം. ഒന്നും ചെയ്തില്ലെങ്കിലേ അതും പറഞ്ഞേരെ, നാട്ടിലേക്ക് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഞാൻ ആ സെക്കൻഡ് തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളാം എന്നും പറയാൻ കേട്ടോ. ദേ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ആ പ്ലേറ്റും കഴുകി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാവുള്ളൂ, അല്ലെങ്കിലേ എന്റെ 5 പേരിലും നിന്റെ മോന്തയ്ക്ക് പതിയും. അറിയാലോ എന്നെ? അറിയാം അച്ഛമ്മേ, ഞാൻ ചെയ്തോളാം. വർഷ പറയാണ്, അച്ഛമ്മേ ജോലി ചെയ്തില്ലെങ്കിലേ അപ്പൊ തന്നെ വിളിച്ചറിയിച്ചോളാം. രാത്രി വന്നാൽ പോലും ആഹാരം കഴിച്ച പ്ലേറ്റ് പോലും ഇപ്പൊ സുധിച്ചേച്ചി എടുക്കാറില്ല. നേരത്തെ ഞാനും അങ്ങനെ ആയിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ ജോലിയുടെ ഭാരം ഞാൻ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനതെല്ലാം ഇപ്പൊ ക്ലിയർ ആയിട്ട് ചെയ്യാറുണ്ട്. ശ്രുതി ചെയ്തില്ലെങ്കിലേ ഞാൻ വിളിച്ചറിയിച്ചോളാം എന്ന് വർഷയും പറയാൻ കേട്ടോ. ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ദേഷ്യപ്പെടുകയാണ്. എന്നാ ശരി, ഞാൻ പോവാ. രേവതി പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, നീ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല, നിന്നെ കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ ചെയ്താൽ മതി. ബാക്കി 2 പേരും കൂടി എല്ലാം സഹായിച്ചോണം. പിന്നെ നിന്റെ അമ്മായിമ്മയുണ്ടല്ലോ ഇവിടെ ഒരുത്തി ചന്ദ്ര, അവളെ ഇങ്ങോട്ട് വിളിച്ചേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് എന്താ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് വരാണ്. അല്ല 3 മരുമക്കളും വന്നപ്പോ കാലുമേ കാലും വെച്ച് കയറിയിരിക്കാന്നാണോ നിന്റെ ഉദ്ദേശം? 4 പേരോട് ചേർന്നാലേ ഈ വീട്ടിലെ പണി 10 മിനിറ്റോട് തീർക്കാന്നുള്ളതേ ഉള്ളൂ, അത് നിനക്കറിയാലോ. വെറുതെ നീ എന്നെ ഇങ്ങോട്ടേക്ക് വരുത്താൻ നിൽക്കരുത്. വർഷമോള് രേവതിയെ പോലല്ല, എല്ലാ കാര്യങ്ങളും വിളിച്ചേ അങ്ങോട്ട് അറിയിച്ചേക്കും. അതുകൊണ്ടേ 2 പേരും ഒന്ന് കരുതിരിക്കുന്ന നല്ലതാ. രേവതിയെ സഹായിച്ചില്ല, അവളിട്ട് പീഡിപ്പിക്കുകയാണെന്നെങ്ങാണ് ഞാൻ അറിയണം, അന്നിന്റെ അവസാനമായിരിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായ അമ്മേ എന്ന് പറയാണ്. എന്നാ ശരി, ഞാൻ പോവാ. വർഷമോളെ, രേവതി മോളെ, ഞാൻ പോയിട്ട് കേട്ടോ. ശ്രുതി പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ശരി അച്ഛമ്മേ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്നാ ശരി എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ അവിടുന്ന് പോവാനിറങ്ങാണ്. നമ്മുടെ സച്ചിയാണെങ്കിൽ
അച്ഛമ്മനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു കേട്ടോ. സച്ചിന് മോഹമൊക്കെ ആകപ്പാടെ മാറിയിരിക്കുകയാണ്. അച്ഛമ്മ പറഞ്ഞിട്ട് ഇത്രയും ദിവസം എന്റെ ബർത്ത്ഡേക്ക് നീ എന്ത് ഗിഫ്റ്റ് തരും, അതൊക്കെ ഓർത്തുള്ള ടെൻഷനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്തോ ഒരു കറണ്ടുണ്ട്. നിന്റെ മുഖം ആകപ്പാടെ മാറിയിരിക്കുകയാണല്ലോ. ഒരു ദേഷ്യവും ടെൻഷനും എല്ലാം ആ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അത് അച്ഛമ്മ പോകുന്നതിന് സങ്കടം അച്ഛമ്മേ, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, അതൊന്നും അല്ല, എന്തോ ഉണ്ട്. എന്നോട് നീ മറച്ചു വെക്കാണോ? അയ്യോ അച്ഛമ്മേ, സത്യമായിട്ട് ഒന്നുമില്ല. ആ ശരി ആയിക്കോട്ടെ, ഞാൻ പോയിട്ടെ വിളിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി എന്നും പറഞ്ഞിട്ട് അച്ഛമ്മയാണെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ആക്കിയിട്ട് സച്ചി പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചി ആണെങ്കിലോ അവിടുന്ന് പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ സുധിയെ എടുത്തിട്ട് അലക്കാനാണെന്നല്ല നമ്മുടെ സച്ചിയുടെ തീരുമാനം. സച്ചി വാതുക്കലേക്ക് വന്നിട്ട് എടാ സുധി എന്ന് പറഞ്ഞ് ഒരു അലറുകയാണ്. ഇത് കേട്ട് റൂമിൽ നിന്ന് സുധിയും ശ്രുതിയും ചന്ദ്രയും അതുപോലെ രേവതിയും എല്ലാവരും പേടിച്ച് ഹാളിലേക്ക് ഓടി വരുന്നുണ്ട്. രവി വന്നിട്ട് ചോദിക്കാണ്, എന്താ മോനെ, നീ എന്തിനാ ഇവിടെ കിടന്ന് കാറ് വിളിക്കുന്നേ? അത് അവനോട് ചോദിക്കച്ചാ, ഡാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പിൽ നിന്നാ സുധിയെ വലിച്ച് താഴെ ഇറക്കാണ് കേട്ടോ നമ്മുടെ സച്ചി ആണെങ്കില്. എന്താണ് നീ കാണിക്കുന്നത്, വിടടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വന്ന് പിടിക്കുന്നുണ്ട്. ശ്രുതി ആണെങ്കിലോ വിട് സച്ചി, നീ എന്താ ഈ കാണിക്കുന്നത്, സുധിയെ വിട് സച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവളും പിടിച്ച് വലിക്കാണ്. അപ്പൊ രേവതി സച്ചിയേട്ട മാറ് നിൽക്ക്, രേവതി വിട് രേവതി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഷർട്ടിനെ കുത്തിപ്പിടിച്ച് സെറ്റിലോട്ട് മറിച്ചിടുന്നുണ്ട് നമ്മുടെ സുധീനെ. നീ എന്താണ് വിചാരിച്ചത്? നീ എന്ത് ചെയ്താലും ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? അച്ഛമ്മന്ന് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നിനക്കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് എന്റെ കവളത്ത് ആഞ്ഞു രണ്ട് അടിയടിക്കാണ്. അപ്പോഴേക്ക് ശ്രുതി ഓടി വന്നിട്ട് നീ എന്ത് സച്ചി കാണിക്കുന്നത്, മാറി നിൽക്കുക അങ്ങോട്ട്, നീ എന്തിനാ അവനെ തല്ലുന്നത്, കാര്യം പറഞ്ഞിട്ട് തല്ല് എന്നൊക്കെ പറയാണ്. രവി പറയാണ്, സച്ചി എന്താ മോനെ കാര്യം, എന്തിനാ നീ ഇവനെ ഇങ്ങനെ അടിക്കുന്നത് എന്ന് ചോദിക്കാണ്. നിങ്ങളെല്ലാം പിടിച്ചു മാറ്റാൻ വന്നല്ലോ, പക്ഷെ എന്റെ അമ്മ മാത്രം എന്താ വരാഞ്ഞത്? അങ്ങോട്ട് നോക്ക്, സ്വന്തം മകനെ അതായത് സുധിയെ തല്ലുമ്പോ എന്നെങ്കിലും എന്റെ അമ്മ ഇങ്ങനെ നിൽക്കാറുണ്ടോ? ഒരക്ഷരം പോലും മിണ്ടാതെ എന്റെ അമ്മ മാറി നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇതിലെന്തോ ഒരു കാര്യമുണ്ടെന്ന് എന്ന് സച്ചി പറയുമ്പം സുധി ചോദിക്കാണ്, എന്താ ആന്റി കാര്യം, എന്തിനാ ഇവൻ സുധിയായിട്ട് ഇങ്ങനെ തല്ലുന്നത് എന്ന് ചോദിക്കാണ്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും വാതുക്കെ നിൽക്കുന്നത് നമ്മുടെ അച്ഛമ്മ. അപ്പോ നമ്മുടെ സച്ചിയും രേവതി ഞെട്ടി പോകുന്നു കേട്ടോ. അച്ഛമ്മ ചോദിക്കാണ്, അപ്പോ നിന്റെ മനസ്സിലെ ദേഷ്യം ടെൻഷനൊക്കെ ഇതാരും നല്ലടാ എന്ന് ചോദിക്കാണ്. അച്ഛമ്മേ അത് പിന്നെ വേണ്ട, ഒന്നും പറയണ്ട, 2 ദിവസമായിട്ട് നിന്റെ വെപ്രാളം പരവശയൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ദൈവമായിട്ടാ എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. എന്റെ വർഷമോളം നൽകിയ സമ്മാനം അതെടുക്കാൻ ഞാൻ മറന്നുപോയി. അതെ ആ റൂമിലിരിക്ക, അതെടുക്കാൻ വേണ്ടി തിരികെ വന്നതാ. നീ വല്ല ഓട്ടോം പോയി കാണും, നിന്നെ ശല്യപ്പെടുത്തണമെന്ന് കരുതിയിട്ട് ഒരു ഓട്ടോ വിളിച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് അച്ഛമ്മ പറയാണ്. എന്താണ് സച്ചി, നീ എന്തിനാ അവനെയിട്ട് ഇങ്ങനെ തല്ലുന്നത്? അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ നീ ചെയ്യില്ലെന്ന് ഈ അച്ഛമ്മയ്ക്ക് അറിയാം. അപ്പോ സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. രേവതി മോളെ നീയെങ്കിലും പറ, എന്താ കാര്യം? 2 ദിവസമായിട്ട് 2 പേർ നിപ്പും ഭാവവും ഒന്നും തന്നെ ശരിയല്ലായിരുന്നു. എന്തോ മനസ്സിൽ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടാ ഇവിടുന്ന് പോകാൻ സമ്മതിക്കാതെ ദൈവം വീണ്ടും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചിയും രേവതിയും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ചന്ദ്രയോട് രവി ചോദിക്കാണ്, അവൻ പറഞ്ഞത് ശരിയാണല്ലോ, സുധി ഒന്ന് വഴക്ക് പറയാൻ പോലും നീ സമ്മതിക്കാറില്ലല്ലോ. സച്ചി ഇത്ര അടിയടിച്ചിട്ടും നീ ഒരു അക്ഷരം പോലും മിണ്ടാ നിൽക്കുന്നതിന്റെ കാരണം എന്താ? പറയടി ചന്ദ്രേ, എന്താ കാര്യം? അപ്പൊ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ രഹസ്യം ഉണ്ടല്ലേ എന്ന് ചോദിക്കാണ്. രേവതി നീ പോയതിങ്ങ് എടുത്തിട്ടോ എന്ന് പറയുമ്പോഴേക്കും രേവതി മുറിയിലേക്ക് പോയിട്ട് ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അച്ഛമ്മ രേവതിയുടെയും എന്റെയും കല്യാണത്തിന് അച്ഛമ്മ കുറച്ച് സ്വർണം ഇവക്ക് കൊടുത്തത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അതേടാ, ഞാൻ രേവതിക്കാട് കുറച്ച് സ്വർണം കൊടുത്തിരുന്നല്ലോ, അതിനിപ്പോ എന്താ? ദാ ആ സ്വർണമായത്, അച്ഛമ്മ നോക്ക് എന്നും പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കാണ്. എന്താടാ ഇതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ, അച്ഛമ്മേ അത് അച്ഛമ്മ കൊടുത്ത സ്വർണമല്ല, അത് മൊത്തം മുക്കുവണ്ടവാ. മുക്കുവണ്ടവോ? നീ എന്താടാ ഈ പറഞ്ഞത്? അപ്പൊ രവി ചോദിക്കാണ്, എന്താ സച്ചി നിനക്ക് എന്താ പറ്റിയത്? മുക്കുവണ്ടവോ? അത് ചന്ദ്രയുടെ കയ്യിലില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ സച്ചി പറയാണ്, അതാണ് പോയിന്റ്. അച്ഛമ്മേ, പണ്ട് ഈ സ്വർണത്തിന് പേരില്
ഈ എൻ്റെ അമ്മയുണ്ടല്ലോ ഈ രേവതിയിട്ട് കുറെ ശകാരിച്ചു, കുറെ അപമാനിച്ചു. അതെല്ലാം കേട്ടപ്പോ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചെന്ന സ്വർണമേ ഞാനിനി അണിയുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണം മുഴുവൻ ഊരി എൻ്റെ അമ്മയുടെ കൊടുത്തു വച്ചിരിക്കുകയായിരുന്നു രേവതി. കുറെ നാളായി. അതിനുശേഷം ഇന്നേ വരെ അവൾ ആ സ്വർണം വാങ്ങിക്കോ ഞങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അതെനിക്ക് അറിയാലോ മോനെ, നീ എന്നിട്ട് പറഞ്ഞല്ലേ. അതെ അച്ഛമ്മേ, അച്ഛമ്മ കേക്ക്. അച്ഛമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് അച്ഛമ്മയ്ക്ക് ഒരു സ്വർണ്ണമാല വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും രേവതിയും കൂടിയിട്ട് ആ സ്വർണം ഇവരോട് ചോദിച്ചു. ഇവരാദ്യം കുറെ ഉരുണ്ട് കളിച്ചു. ശേഷം എൻ്റെ അമ്മ ആ സ്വർണം മുഴുവൻ കൊണ്ട് തന്നു. സ്വർണ്ണമല്ല, മുക്കുവണ്ടം. അതും കൊണ്ടേ ഞങ്ങളൊരു ജ്വല്ലറിയിലേക്ക് അച്ഛമ്മ പോയത്. അച്ഛമ്മ ആലോചിച്ച് നോക്ക്, മുക്കുവണ്ടം കൊണ്ട് കടലേക്ക് കയറുന്ന ഞങ്ങളുടെ അവസ്ഥ. അവിടെ പോയിരുന്ന് വലിയ കാര്യത്തിന് സ്വർണവും കൊടുത്തിട്ട് അതിന് പകരമുള്ള ചെയിൻ തരാൻ പറഞ്ഞപ്പോഴേ ഞങ്ങളെ കഴുത്തിന് പിടിച്ച അവര് വെളിയിൽ തള്ളാൻ നോക്കിയത്. എന്തോ ഭാഗ്യത്തിന് രേവതിക്ക് അറിയാവുന്ന ഓണറായിരുന്നു ആ കടലുണ്ടായിരുന്നത്. അയാൾ വന്നിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ സ്വർണം കൊണ്ട് വന്നതാണ് മാറാനായിട്ട്, പക്ഷെ മുക്കുവണ്ടമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേറെ എവിടെയും വെച്ച് മാറിപ്പോയതായിരിക്കും, ഒരിക്കലും ഇവിടെ മാറാൻ സാധ്യതയില്ല, ഈ കടൽ CCTV ഉണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ രേവതിനെ എന്നിട്ടും കടലിലെ സെയിൽസ്മാനൊക്കെ ഞങ്ങളെ പുച്ഛിച്ചപ്പോൾ രേവതിയെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു രേവതി ഒരിക്കലും കക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം, കള്ളത്തരം ചെയ്തുമില്ല, അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടിയാ എന്നും പറഞ്ഞിട്ടാ അവിടുത്തെ ഓണർ ഞങ്ങളെ പറഞ്ഞയച്ചത്. പോലീസുകാരെ വിളിക്കാൻ പോവുകയായിരുന്നു ആ സെയിൽസ്മാൻ. അച്ഛമ്മ ആലോചിച്ച് നോക്കി, ആ മുക്കുവണ്ടം കൊണ്ട് ഞങ്ങൾ പോയിട്ട് ആ പോലീസുകാർ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ നാണം കെട്ട അവസ്ഥ. എൻ്റെ രേവതിയെ കൂടി ജയിലിലാക്കിയനെ ദാ ഈ നിൽക്കുന്ന എൻ്റെ തള്ളയും ഇത് ഇവനും കൂടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, സച്ചി നിങ്ങളുടെ അമ്മയുടെ കയ്യിലായിരുന്നു ആ സ്വർണം, അതിന് എന്തിനാ എൻ്റെ ശ്രുതിയെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, എൻ്റെ പൊന്ന് ശ്രുതി, പാർലെടുത്തി നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ആദ്യം ഈ വീടിന്റെ പട്ടയം എൻ്റെ അമ്മ പണയം വെച്ചതേ എന്തുകൊണ്ടായിരുന്നു? നിങ്ങൾക്ക് പാർലറിന് പൈസ തരാൻ അല്ലേ? അതുപോലെ തന്നെയാ എൻ്റെ അമ്മ ശ്രുതിക്കും വേണ്ടി എന്ത് ചെയ്യും എൻ്റെ അമ്മ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സച്ചി പറയാണ്, അച്ഛമ്മേ ആ നിമിഷം ഞങ്ങൾ അവിടുന്ന് ഭൂമിയിലേക്ക് താഴ്ന്നു പോയെങ്കിലോ എന്ന് വരെ വിചാരിച്ചു പോയി. ഒരു കള്ളനെയും കള്ളിയും പോലെ ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ അച്ഛമ്മയെന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, അച്ഛമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ലാതായി പോവരുത്, ആ സന്തോഷം നിലനിൽക്കണം, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയണ്ടെന്ന് കരുതിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, പല സമയത്തും എൻ്റെ നിയന്ത്രണം വിട്ടുപോയതാ. പിന്നെ രേവതിയുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് ഇതുവരേക്കും ഒന്നും പറയാനെന്നത്. ദേ ഇവൻ ഈ കള്ളനാ എല്ലാത്തിനും കാരണക്കാരൻ. എൻ്റെ രേവതിയുടെ സ്വർണം അതിൻ്റെ അച്ഛമ്മ കൊടുത്ത സ്വർണ്ണാണ്. അത് മുക്കോണ്ടാക്കി ആ കാശിനെ പുട്ടടിക്കാൻ നിനക്കും നിന്റെ അമ്മയ്ക്കും ഒരവകാശവും ഇല്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അടുത്തേക്ക് അച്ഛമ്മ പോകുന്നുണ്ട്. എന്താ ചന്ദ്രേ, ഈ പറഞ്ഞൊക്കെ സത്യമാണോ? നീയാണോ ആ സ്വർണം എടുത്ത് മാറ്റി മുക്കുകൊണ്ടാക്കിയത്? അയ്യോ അമ്മേ, എനിക്കൊന്നും അറിയില്ല. ഇവരെങ്ങനെയാണോ എൻ്റെ കയ്യിൽ ആ സ്വർണം നൽകിയത് അതുപോലെ തന്നെയാ ഞാൻ ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചത്. അതിനുശേഷം ഞാനത് എടുക്കുന്നത് ഇന്നാ, അല്ലാതെ എനിക്ക് അറിയത്തുകൂടിയില്ല. ഇനി തന്നപ്പോൾ തന്നെ അത് അങ്ങനെ ആയെന്ന് ആർക്കറിയാം. അപ്പോഴേക്കും രേവതി പറഞ്ഞിട്ട്, ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വീണ്ടും വീണ്ടും എൻ്റെ വീട്ടുകാരെ കുറ്റം പറയാൻ അമ്മ നിൽക്കണ്ട. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ അമ്മയുടെ കഴുത്തിലും കാതിലും പോലും ഒരു പൊന്നില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. അധ്വാനിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇവിടുത്തെ സ്വർണ്ണം ഒന്ന് മോഹിച്ച് എൻ്റെ വീട്ടുകാർ ജീവിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയാണ്, പിന്നെ എങ്ങനെ അത് മുക്കുവണ്ടമായി? ഞാൻ അന്നുകൊണ്ട് എൻ്റെ ഷെൽഫിൽ വെച്ചിരുന്നതാ, അത് പൂട്ടിയാ വെച്ചിരുന്നേ, പിന്നെ അത് ആരെടുത്തു എനിക്കത് അറിയണം എന്ന് ചന്ദ്ര പ്ലേറ്റ് മാറ്റിടുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാനൊന്നും എടുത്തിട്ടില്ല. അമ്മയുടെ ഇരിക്കുന്ന സ്വർണം ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ, ദേ ഇവൻ ഒറ്റ ഒരുത്തൻ തന്നെ അത് എടുത്തത്, അല്ലാതെ ഈ വീട്ടിൽ മോഷണം കള്ളത്തരമുള്ള വേറെ ആരുമില്ല. ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ അമ്മ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തിരികെ വന്നത് നന്നായി. ഇതെല്ലാം എനിക്ക് അറിയാൻ പറ്റിയല്ലോ. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പോകാതെ എന്നെ പിടിച്ചു നിർത്തി നിങ്ങൾ കാര്യം പറയേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കാണ്.
സച്ചിയും രേവതിയും ആകെപ്പാടെ വിഷമിച്ച് സോഫയിൽ ഇരിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ശ്രുതിയാൻ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. വർഷയും ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമായിരിക്കും. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അല്ലെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ ഭർത്താവിനെയാ എപ്പോഴും ഈ സച്ചി കുറ്റപ്പെടുന്നത്. ശരിയാ, പണ്ട് അച്ഛൻ്റെ 50 ലക്ഷം അടിച്ചുകൊണ്ട് ശ്രുതി പോയതാ. പക്ഷെങ്കിൽ അത് തിരിച്ചു കൊടുക്കാന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ, എന്നെങ്കിലും ആ പൈസ ഞങ്ങൾ തിരിച്ചു തന്നിരിക്കും. ഇപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട്, അതൊക്കെ നോക്കി അന്തസ്സായിട്ട് ജീവിക്കാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വർണ്ണം എടുത്ത് അതിന്റെ കാര്യം എന്താണ്? അതിനുള്ള ഇഷ്ടം പോലെ പണം എൻ്റെ ശ്രുതിക്ക് ലഭിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കണ്ട് 5 ലക്ഷം രൂപയുടെ കച്ചവടമാണ് ശ്രുതിക്ക് നടന്നത്. അതിൽ നിന്നും 1 ലക്ഷം രൂപ ലാഭമാണ് ഒറ്റ ദിവസം കൊണ്ട് ശ്രുതി ഉണ്ടാക്കിയത്. അതിൻ്റെയൊക്കെ അസൂയായി കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, മിണ്ടിപ്പോവരുത് നീ. നിനക്കറിയില്ല ഇവൻ ആരാണെന്ന്. 5 ലക്ഷം രൂപയുടെ സാധനം വിറ്റുപോലും എൻ്റെ പൊന്നച്ചമ്മേ, അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയാം അതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. എന്നിട്ട് സച്ചി ആലോചിക്കുന്നുണ്ട്, 5 ലക്ഷം രൂപ അല്ല, അന്ന് 5 ലക്ഷം രൂപയും കൊണ്ട് വന്നിട്ട് അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മയ്ക്കും വലിയ സന്തോഷമില്ലായിരുന്നു, ഇവന്റെ മുഖത്തും വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അന്നേ ഞങ്ങൾ അത് നോട്ട് ചെയ്തതാ. സത്യം പറയടാ, ആ പൈസ നിനക്ക് എവിടുന്ന് കിട്ടിയതാ? ഇത് സച്ചി അനാവശ്യം പറയരുത്. എൻ്റെ കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് വിറ്റ് വെച്ച് കിട്ടിയ പൈസ അത്. അതിന് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയതാ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ബാക്കി ഡീലർമാർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്തോ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല അച്ഛമ്മേ. എന്തായാലും ഈ കേസിനെ തെളിയിച്ചിട്ട് അച്ഛമ്മ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയാണ്, അത്ര ഉള്ളടാ, ഞാൻ എന്തായാലും ഈ കേസ് ഇവിടുന്ന് തെളിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ. അതിന്റെ കാരണക്കാരെ എനിക്ക് കാണണം, കണ്ട് അവരെ ഈ പടിക്ക് പുറത്താക്കണം, അടിച്ച് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രൻ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. ശ്രുതിയും അതുപോലെ തന്നെ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, അയ്യോ അമ്മ, അവിടെ അമ്മയ്ക്ക് വിളവെടുപ്പിൻ്റെ ഒക്കെ സമയമല്ലേ, പാടത്ത് ആളുകളൊക്കെ ഇല്ലേ, അപ്പോൾ അച്ഛമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതല്ലേ. അമ്മ പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ കൂടുതൽ നീ എന്നെ അങ്ങ് സുഖിപ്പിക്കല്ലേ, എനിക്കങ്ങ് സുഖിച്ചു, ഞാൻ പോണില്ല. ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അയ്യോ അമ്മേ, അതല്ല ഞാൻ പറഞ്ഞത്. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് സച്ചിയോട് പറയാണ്, എടാ ആ ഫോണിൽ ഞാൻ എല്ലാം ഡീൽ ചെയ്തോളാം, അവിടുത്തെ കാര്യങ്ങളും പരിപാടിയും എല്ലാം ഡീൽ ചെയ്യാം. 2-3 ദിവസത്തിനകം എനിക്കറിയണം ഇതാരാ ചെയ്തതെന്ന്. ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്ത സ്വർണം ആരാ മുക്കൊണ്ടോ ആക്കിയെന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. അവളെ വഴക്കും പോരും കുത്തി നീ ഒന്ന് ഇടാൻ പോലും സമ്മതിച്ചില്ലല്ലോ. എന്നിട്ട് ആ സ്വർണം എടുത്തുകൊണ്ട് പോയി ആരാ പുട്ടടിച്ചെന്ന് എനിക്കറിയണം എന്ന് അച്ഛമ്മ പറയാണ്. ഇത് കേട്ട് ശ്രുതിയും ചന്ദ്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. രവി പറയുന്നുണ്ട്, അത് ശരിയാമേ, ആരായാലും അവരെ വെറുതെ പാടില്ല. ഇവര് വേറൊരു കടയിലാണ് പോയിരുന്നെങ്കിൽ അവർ പോലീസിനെ വിളിക്കില്ലായിരുന്നോ, സ്റ്റേഷനിൽ കൊണ്ടുപോയില്ലേ, ആകെപ്പാടെ നാണക്കേടാവില്ലായിരുന്നോ, ഇവരുടെ പേരിൽ കേസും ചാർജ് ആയേനെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തുമാത്രം ഇവർ അനുഭവിച്ചു, ഇതിനിടയ്ക്ക് എന്തുമാത്രം മാനക്കേട് അനുഭവിച്ചു. അതിനെല്ലാം ആർക്കാണേലും പകരം കൊടുത്തേ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ അച്ഛമ്മ പറയുന്നുണ്ട്, നീ എന്താ നോക്കി നിൽക്കുന്നേ, ആ ഗോൾഡ് കവറിങ് ആഭരണമായിട്ട് ഇപ്പോഴേ ഇറങ്ങിക്കോ, തപ്പി കണ്ടുപിടിച്ച് ആരാണെന്ന് ഇത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണം എന്ന് പറയാണ്. അങ്ങനെ സച്ചിയും രേവതിയോടെ ഇറങ്ങാണ് കേട്ടോ. വർഷയും ശ്രീകാന്തും അവരുടെ ജോലിക്കും പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും മുറിയിലേക്ക് പോയിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്നും ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്, നിങ്ങളാണോ ഇനി ആ സ്വർണ്ണം അടിച്ചു മാറ്റിയത്? ഏയ് ഞാനൊന്നും അല്ല, പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല ശ്രുതി എന്ന് പറയുമ്പോൾ, നിങ്ങളെന്താ ഇന്ന് ഓഫീസിലേക്ക് ഇന്ന് പോകുന്നില്ലേ? അയ്യോ പോണം സമയം പോയി, ഞാൻ ആ കാര്യം മറന്നു എന്നും പറഞ്ഞ് കുളിക്കാനൊക്കെ ആയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ആലോചിക്കുന്നുണ്ട്, അമ്മയുടെ മോഹൻ്റെ മുഖത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്നവൾ ആലോചിക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മുറിയിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്, സത്യം പറയണം, പറ ആ സ്വർണ്ണം അങ്ങനെ മുക്കുകൊണ്ട് ആയത് പറ ചന്ദ്രേ എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്? എനിക്കിതറിയില്ല. ദാ ഈ ഷെൽഫിൽ ഈ കബോർഡിലല്ലേ അത് വെച്ചിരുന്നത്, അതെങ്ങനെ മുക്കുകൊണ്ട് ആയെന്നൊന്നും എനിക്കറിയില്ല. ഓ ഇതെന്താ പിന്നെ വലിയ മാജിക്കുമാണോ ഇരുന്ന സ്വർണ്ണം മുക്കുകൊണ്ടായി പോകാനായിട്ട്? രവിയേട്ടാ ഞാൻ പറഞ്ഞത് തന്നെ സത്യം, ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പേ അത് അവളവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മുക്കുകൊണ്ടോ ആക്കി കാണും, എന്നിട്ട് കൊണ്ടെന്നെ തന്നതായിരിക്കും. അവളെ പഠിച്ച് കള്ളിയാ, മിണ്ടി പോവരുത്, എൻ്റെ കൈ നിന്റെ കർണത്തിൽ വീണ്ട ഇടവരുത്തരുത്. രേവതിയുടെ വീട്ടുകാരെ അങ്ങനെയുള്ളവരൊന്നും അല്ല, രേവതി മോളും അങ്ങനെയുള്ളവരല്ല. നീ ചെയ്താലും എൻ്റെ രേവതി മോളും വീട്ടുകാരും അങ്ങനെ ചെയ്യില്ല
എന്നും പറഞ്ഞ് രവി ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവാണ്. ഓ രേവതി മോളും വീട്ടുകാരും, എൻ്റെ ഈശ്വര, ഇതെങ്ങാണ് എല്ലാവരും അറിഞ്ഞ എൻ്റെ കഥ അതോടെ കഴിക്കും. ആ തള്ളയാണെങ്കിലോ ഇവിടുന്ന് പോകുന്നുമില്ല. അവർ ഒറ്റ ഞെക്കിനേ ഉള്ളു ഞാൻ. എൻ്റെ ഈശ്വര, എന്നെ കാത്തോണേ, അവൻ കാരണം എന്തുമാത്രം ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ ഓർക്കാണ്. ഇതേ സമയത്ത് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ അമ്മയുണ്ടല്ലോ, അമ്മ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാമി ആൻറ്റി ഇതെല്ലാം അറിയിച്ചിരിക്കും. നമുക്ക് ആ റൂട്ടിലൊന്ന് പോയി നോക്കിയാലോ? അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ബാമയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട്, ആഹാ, രണ്ടുപേരും എന്താ ഈ വഴിക്ക്? അല്ല ബാമി ആൻറ്റി, ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചൊന്ന് വീട്ടിലേക്ക് പോകാനിരുന്നപ്പോഴാണ് ഈ വഴി പോയപ്പോൾ ബാമി ആൻറ്റിയുടെ കാര്യം ഓർത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയത് എന്ന് പറയുന്നുണ്ട്. ആഹാ, ആണോ? ഇരിക്കും മക്കളെ, ഞാൻ ജ്യൂസ് എടുക്കട്ടെ? ഏയ് അതൊന്നും വേണ്ട ആൻറ്റി. പിന്നെ ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വന്നതാ, ഞാനും രേവതിയും. ആൻറ്റിക്ക് എങ്ങനെയാ? മക്കളെ പോലല്ലേ? അത് പിന്നെ ചോദിക്കണോ? എനിക്ക് മക്കളെ പോലെ തന്നെയാ. ചന്ദ്രയ്ക്ക് രേവതി ഇഷ്ടമില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കങ്ങനല്ല, രേവതി മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കറിയാം ആൻറ്റി. ഞങ്ങൾ ഇപ്പോൾ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ആൻറ്റിക്ക് അറിയുമോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളാണെങ്കിൽ അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണം പണയം വെക്കാൻ, സ്വർണം സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. ആ സ്വർണം അച്ചമ്മയ്ക്ക് സമ്മാനം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിലേക്ക് കൊണ്ടുപോയപ്പോഴേ അത് മുക്കുവണ്ടമാണെന്ന് അറിയുന്നത്. എങ്ങനെ മാറി, എവിടുന്ന് മാറി നിന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, അമ്മ എന്തായാലും ബാമി ആൻറ്റിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതല്ലേ. ഈ കാര്യം പറഞ്ഞു കാണുമല്ലോ. ആൻറ്റിക്ക് അറിയാമല്ലോ, കുഞ്ഞുനാൾ മുതലേ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല. അമ്മയുടെ എന്തുമാത്രം കുത്തുവാക്കൾ സഹിച്ചാൽ ഞാൻ വളർന്നേന്ന് ആൻറ്റിക്കറിയാലോ. ഇപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ ഒരാളെ എനിക്ക് കിട്ടിയത്. ഇവളാണെങ്കിലോ ഒരു പാവ. ഞങ്ങളിപ്പോഴും തറയിലും ടെറസിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾക്കൊരു കട്ടിൽ പോലും ആ വീട്ടിലില്ല. ഈ പാവത്തിന് അവിടുത്തെ വേലക്കാരി ആക്കിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മ. എല്ലാം ആൻറ്റിക്ക് അറിയാലോ. ഞങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ആൻറ്റിയെങ്കിലും ഞങ്ങളുടെ സത്യം പറയണം. ആ സ്വർണ്ണം അങ്ങനെ മുക്കൊണ്ടുപോയെന്ന് ആൻറ്റിക്ക് അറിയാതിരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ബാമ ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമായിരിക്കും. ഈ സമയത്ത് സുധി പറയുന്നുണ്ട്, അമ്മേ, ഈ സച്ചിൻ രേവതിയും എവിടെ പോയതായിരിക്കും? എനിക്കെങ്ങും അറിഞ്ഞൂടാ, അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടിരിക്കല്ലേ ആ തള്ള. എങ്ങോട്ടെങ്കിലും അന്വേഷിക്കാൻ പോയതായിരിക്കും. അമ്മ എന്തറിഞ്ഞാലും അത് ബാമി ആൻറ്റി അറിയുന്നു അവർക്കറിയാം. ഇനിയൊരു പക്ഷേ ബാമേനയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയതായിരിക്കോ? അയ്യോ എൻ്റെ ഈശ്വര, 2 പ്രാവശ്യം ചോദിച്ചാ അവള് സത്യങ്ങളെല്ലാം തുറന്നു പറയുമല്ലോ. ഞാൻ എന്തായാലും അങ്ങോട്ടത്ത് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ വിട്ടടിച്ച് ബാമയുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണെന്ന്. അത് പിന്നെ ഞാൻ കുറച്ച് സാധനം വാങ്ങാനുണ്ട് എന്നും പറഞ്ഞിട്ട് പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. അങ്ങനെ ഭാമയാണെങ്കിൽ കുറേ ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ രേവതിയും സച്ചിയും കൂടിയിട്ട് സൈക്കോളജിക്കലി നമ്മുടെ ഇമോഷണലായിട്ടൊക്കെ നന്നായിട്ട് നമ്മുടെ ഭാമേനെ അവർ വീർത്താണ്. അവസാനം ഭാമ അത് പിന്നെ ചന്ദ്രയും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വന്ന് ഭാമേ എന്ന് വിളിക്കുകയാണ് കഥവും തുറന്ന്. അല്ല, നിങ്ങൾ രണ്ടുവെന്നാ ഇവിടെ എന്ന് ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട്, അമ്മ എന്താ ഇവിടെ? അത് പിന്നെ ഇതെന്റെ ഫ്രണ്ടിന്റെ വീടല്ലേ? ഞങ്ങളും അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചപ്പോ അത് ആന്റിക്കൂടെ കൊടുത്തേക്കാന്ന് കരുതി വന്നതാ. അതിനിപ്പോ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാനേ ഇവളെ കാണാൻ വേണ്ടി വന്നതാ. അല്ല, നിനക്ക് നോട്ടമില്ലേ? നിനക്കിന്ന് പൂവിക്കാൻ പോകണ്ടേടി? പോണം, ഞങ്ങൾ ചുമ്മാ ഭാമ്യാന്റിനെ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. മതി കണ്ടല്ലോ, നിങ്ങൾ ഇനി പോയിക്കോ. അതിനെന്താ അമ്മ പറയുന്നത്? ഞാൻ വെച്ചിട്ട് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. സച്ചിയേട്ടാ ബാ, നമുക്ക് പോയേക്കാം. ശരി ഭാമ്യാന്റി, ഞങ്ങൾ പോവാ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഭാമ അവർ വന്നത്? അവരെന്തെങ്കിലും ചോദിച്ചോ? നീ എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ പൊന്നു ചന്ദ്രേ, നീ വരാൻ ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പോയേനെ. അവരാ സ്വർണത്തിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി തന്നെ വന്നതാ. സ്വർണം മുക്കുകൊണ്ടവായത് അമ്മയുടെ അറിവോട് കൂടിയാണ്. അത് ഉറപ്പായിട്ടും ആൻറ്റിക്ക് അറിയായിരിക്കും. അതെങ്ങനെയാ സംഭവിച്ചത് ആൻറ്റി പറയാവോ എന്ന് ചോദിച്ചിട്ടാ അവർ വന്നത്. ഞാൻ കൃത്യം പറയാൻ തുടങ്ങിയപ്പോഴാ നീ വന്നത്. അതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എൻ്റെ പൊന്നു ഭാമേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പറയരുതെന്ന്. അത് പിന്നെ അവരൊന്ന് അങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അറിയാതെ പറഞ്ഞു പോവും. മിണ്ടി പോകരുത്. ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. നിനക്കറിയോ, എൻ്റെ അമ്മായിമ്മ പോയിട്ടില്ല, പോയ പോലെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. അന്വേഷിക്കാൻ പറഞ്ഞ് ഇവർ രണ്ടുപേരെയും പറഞ്ഞു വിട്ടിരിക്കുക. ഇവരെങ്ങാണോ അന്വേഷിച്ച് കണ്ടുപിടിച്ചെൻ്റെ അമ്മായിമ്മ എങ്ങാണോ അറിഞ്ഞുണ്ടല്ലോ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അവരുടെ സ്വഭാവം നിനക്കറിയാലോ എന്ന് പറയാണ്. അല്ല, എങ്കിലും ഇവരിങ്ങനെ ചെയ്യുന്ന നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ അല്ലേ?
ജ്വല്ലറി കൊണ്ടുപോയി സ്വർണം വിൽക്കാനാണ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ മോൻ കാരണം ഞാൻ കിടന്ന് നെട്ടോട്ട് ഓടുവായിപ്പോ. ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടെന്നറിയോ? ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാകാൻ പോണ ഈശ്വര, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ സച്ചിൻ രേവതിയും അവിടുന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ കണ്ടോ, പറഞ്ഞു വെച്ചതിൽ കൃത്യമായിട്ട് അമ്മ ആ സമയത്ത് അവിടെ എത്തിയത് കണ്ടോ? എങ്ങനായിരിക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നത്? അപ്പോ സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാം അമ്മയുടെ ഏത് രഹസ്യവും പറഞ്ഞ ഒരാള് ഭാമയാൻറ്റി ആണെന്ന്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഭാമയാൻറ്റിക്ക് കാര്യങ്ങൾ അറിയാനും നമ്മൾ ചോദിക്കുമെന്നും അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതാ അമ്മ വാണം വിട്ട പോലെ പാഞ്ഞിങ്ങി വന്നത്. അമ്മയുടെ സംസാരത്തിന് മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഇതിൽ കൈയുണ്ടെന്ന്? നമ്മളെ അവിടുന്ന് ഓടിച്ചിടാൻ അമ്മയ്ക്ക് എന്തോ ഉത്സാഹമായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അമ്മയ്ക്കിതിൽ എന്തോ ഒരു കൈയുണ്ട് എന്ന് പറയാണ്. അതെനിക്കും തോന്നി സച്ചിയേട്ടാ, അമ്മയ്ക്ക് എന്തോ ഒരു ഇടപാട് ഇതിനകത്തുണ്ട് എന്ന് പറയാണ്. ഈ സമയത്ത് മഹേഷ് വിളിച്ച്, എടാ ആളിയാ, നീ അവിടെ ഉണ്ടോ? അത്യാവശ്യ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പോൾ, എടാ ഞാൻ തിരക്കാ എന്നും പറഞ്ഞിട്ട് കട്ടാക്കാണ്. രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ ആരാ വിളിച്ചത്? അത് പിന്നെ മഹേഷാ. എന്താ കാര്യം? അതൊന്നും അറിയില്ല, എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞു, ഞാൻ കട്ടാക്കി. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ അത്യാവശ്യം. എന്താ സച്ചിയേട്ടാ ഇത്? അതെന്തായാലും നമ്മളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഇരുന്നാ നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ? ഞാനൊരു കാര്യം പറയാം, ഞാൻ പോയി വിൽക്കാനായിട്ട് പോവാ. സച്ചിയേട്ടൻ ഓട്ടത്തിന് പോ. മഹേഷേട്ടൻ എന്താ വിളിച്ചതെന്ന് കാര്യം വിളിച്ച് ചോദിക്കുകയും ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവരൊക്കെ നമുക്ക് എന്തുമാത്രം ഉപകാരം ചെയ്തവരാ, അതൊക്കെ നമ്മൾ ഓർക്കണ്ടേ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒരു തരവും വയ്യ രേവതി. അത് കണ്ടുപിടിക്കാതെ എനിക്കിനി ഉറക്കം പോലും വരുമെന്ന് തോന്നില്ല. എൻ്റെ മനസ്സ് നിറയെ ആ സ്വർണത്തിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അതിനെല്ലാം ഈശ്വരന് പരിഹാരം കാണും സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ധൈര്യമായിട്ട് പോ, എന്നിട്ട് മഹേഷിനോട് ആദ്യം പോയി കാര്യം ചോദിക്കുക എന്ന് പറയാൻ കേട്ടോ. സച്ചിയാണെങ്കിൽ മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മഹേഷ് ചോദിക്കുകയാണ്, എന്താണ് നീ പോയി കട്ടാക്കിയത്? എടാ ഞാൻ ആകെപ്പാടെ വട്ട് പിടിച്ച് നടക്കുക, ടെൻഷൻ അടിച്ചിരുന്ന സമയത്താ നീ എന്നെ വിളിച്ചത്, അതുകൊണ്ടാ സോറിടാ എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏട്ടൻ സുധിയുടെ കാര്യം, ആ സ്വർണം കൊണ്ട് പണയം വെക്കാൻ പോയപ്പോൾ സംഭവിച്ചത്. ആ ശരിയാ. എടാ അവനത് കണ്ടുപിടിച്ചോ? ഇല്ലടാ, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിന് ടെൻഷനില്ല ഞാൻ. ഭാമേനയുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പോയതാ. കൃത്യസമയത്ത് പറഞ്ഞു വെച്ചോലെ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു. അതാ എനിക്ക് ഇത്ര സംശയം. ഉറപ്പായിട്ടും അമ്മ അവനും തന്നെ ഇതിനിടയ്ക്ക്, എനിക്ക് ഉറപ്പാ. അച്ഛമ്മയുണ്ട് വീട്ടില്. അച്ഛമ്മ പോകുന്നതിന് മുമ്പ് രണ്ടിനെ കൈയോടെ പിടികൂടണമെന്നാണ് അച്ഛമ്മയുടെ ഉത്തരവ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കൂടാ എന്ന് പറയുന്നുണ്ട്. അല്ല നീ എന്തിനാ എന്നെ വിളിച്ചത്? അല്ല നീ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, അതിപ്പോൾ വേണ്ട, പറയടാ. എന്തായാലും എല്ലാം നടക്കണ്ടേ? അത് പിന്നെ എടാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് എനിക്ക് കുറച്ച് സാധനമൊക്കെ വേണമെന്ന്. ഇപ്പോഴേ നീ നോട്ടീസ് കണ്ടോ? ഇവിടെ എല്ലായിടത്തും നോട്ടീസ് അടിച്ചിരിക്കുകയാണ്. ഒരു കമ്പനി അവരുടെ സാധനങ്ങളെല്ലാം ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനി സാധനങ്ങളൊക്കെ, പുതിയ സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കുകയാണ്. അതും 4 വിലയാക്കി കൊടുക്കുകയാണ്. വാഷിംഗ് മെഷീനൊക്കെ 4000 രൂപയുള്ളെന്ന്, ഫ്രിഡ്ജിന് 4000 രൂപയുള്ളൂ. ഞാനൊരു ഫ്രിഡ്ജ് മേടിക്കാൻ കുറേ കാലം കൊണ്ട് നടക്കല്ലേടാ. നിന്റെ ചേട്ടൻ്റെ കടയിൽ പോയപ്പോൾ അയാൾ തരില്ലെന്ന് പറഞ്ഞില്ലേ? 20,000 30,000 രൂപയാണ് പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ നമുക്കത്ര വില കുറച്ച് കിട്ടും. നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ? എടാ ഇതൊക്കെ ഉള്ളതാണോ? ഒത്തിരി പേര് പോയി മേടിക്കുന്നുണ്ട്. ദേ ഇവിടെ എല്ലാം പോസ്റ്റർ അടിച്ചിരിക്കുക. നമുക്കൊന്ന് പോയി നോക്കാം. എന്തെങ്കിലും എന്തായാലും അത്രയും കാശേ ഉള്ളൂ, നമുക്കൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി ഈ മഹേഷ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കയറുമ്പോഴേക്കും അവിടെ സെയിൽസ്മാനൊക്കെ ചോദിക്കുന്നത് എന്താ വേണ്ടതെന്ന്. ഫ്രിഡ്ജ് വേണമെന്ന് പറയുമ്പോഴും ഫ്രിഡ്ജിൻ്റെ സ്ഥലം കാണിക്കുകയാണ്. ഇതെല്ലാം പുതിയ ഫ്രിഡ്ജാണ്, നല്ല ഫസ്റ്റ് മോഡൽ ഫ്രിഡ്ജ് തന്നെയാണ്. എല്ലാ കമ്പനിയുടെ ഫ്രിഡ്ജുകളും ഉണ്ട്. എല്ലാം 4000 രൂപ മുതലേ ഉള്ളൂ എന്ന് പറയാണ്. ആ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഇത്ര വില കുറച്ച് വിറ്റാൽ നിങ്ങൾക്ക് ഇതിലൊരു ലാഭവും വേണ്ടേ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ ഇതുപോലെ എല്ലാ വലിയ സിറ്റികളിലും ഇതുപോലെ ഓരോ ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ്. പരസ്യം ചെയ്യണമെങ്കിൽ നമ്മൾ 2-3 കോടി രൂപ കൊടുക്കണ്ടേ? അതിങ്ങനെ സാധാരണപ്പെട്ട പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഇതുപോലെ സാധനങ്ങൾ വില കുറച്ച് കിട്ടും. അപ്പം അവരുടെ ഇടയിൽ നമുക്കൊരു പബ്ലിസിറ്റി ആകും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിപ്പോൾ പാവങ്ങളായ കുറച്ച് പേർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്താലേ അവർ പറഞ്ഞ് മറ്റുള്ള പലവരും അറിയില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിക്കാണ് നല്ല സൽപ്പേര് കിട്ടാൻ പോണത്. അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് അവർ പറയുന്നത്. സംഭവം എന്താണെന്ന് അറിയോ? നമ്മുടെ സുധീര കടയിൽ പോയിട്ട് കുറച്ച് ഫ്രോഡുകൾ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് പൈസയും പോയി മേടിച്ച് കബളിപ്പിച്ചില്ലായിരുന്നോ? അവന്മാരുടെ കടയാണ് കേട്ടോ. ഇതുപോലെ പല കടകളിൽ നിന്ന് പോയി പല പല സാധനങ്ങളും മോട്ടിച്ചു വന്നിട്ട് ഇങ്ങനെ വില കുറച്ച് വിൽക്കുകയാണ് ഇവരുടെ പ്ലാനിങ്.
ഇതൊന്നും അറിയാതെയാണ് കേട്ടോ ഈ കണ്ട നാട്ടുകാർ മൊത്തം അവരുടെ അടുത്തുനിന്ന് പോയി സാധനമൊക്കെ വാങ്ങിക്കുന്നത്. ഇവരിങ്ങനെയൊക്കെ സാധനമൊക്കെ വാങ്ങിക്കായിരിക്കും. ഈ സമയത്ത് സച്ചി പറയാണ്, എൻ്റെ പൊന്നടാ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒറ്റ പൈസ ഇല്ല. ആ സ്വർണ്ണമെങ്കിലും വിറ്റ് കാശുണ്ടായിരുന്നെങ്കിലേ ഇവിടുന്ന് കുറേ സാധനം മേടിക്കായിരുന്നു. നിനക്കറിയാലോ, ഞങ്ങൾ മുകളിലേക്ക് ഒരു മുറി തുടങ്ങാൻ പോവാ. അപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ട കട്ടിലും ഫർണിച്ചറും അങ്ങനെ കുറേ സാധനമൊക്കെ അങ്ങ് മേടിക്കായിരുന്നല്ലേ. എന്ത് ചെയ്യാനാ, ആലങ്ക വഴക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുടുന്ന അവസ്ഥയല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മുടെയൊക്കെ അതിന് റെഡി കാശ് കാണുമോ? ഇങ്ങനെയൊക്കെ ആൾക്കാർ കൊണ്ടുവന്നാൽ പോലും പാവങ്ങൾക്ക് ഒന്നും കിട്ടില്ല. പണക്കാർക്ക് ഇതെല്ലാം മേടിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോലീസുകാർ ഓടിക്കയറുമെന്ന് ഷട്ടർ ഇടുന്നുണ്ട് കേട്ടോ. സച്ചിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്താ സംഭവം ഓർത്തുകൊണ്ട്. എല്ലാ അമ്മാരും പിടിച്ച് ജീപ്പിൽ കയറ്റി എന്ന് പറയുന്നുണ്ട്. സച്ചിനെയൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ സച്ചി പറയാണ്, അയ്യോ സാറേ എന്താ കാര്യം, ഞങ്ങളുടെ സാധനം പിടിക്കാൻ വന്നതാ, ഇങ്ങോട്ട് വന്ന് കയറാ ജീപ്പിൽ, പോയി സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം എന്നും പറഞ്ഞ് മഹേഷിനെയും സച്ചിനെയും എല്ലാവരെയും പിടിച്ച് ജീപ്പിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നട്ടോ. സച്ചി അവിടെ ചെന്നിട്ടും പറഞ്ഞിട്ട്, സാറേ സത്യമായിട്ടും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾ അവിടെ സാധനം മേടിക്കാൻ പോയവരാണ് എന്ന് പറയുമ്പോൾ, മോഷണം മുതലാണടാ മേടിക്കാൻ പോണത് എന്ന് പറയുമ്പോൾ സച്ചി ഞെട്ടിപ്പോവാണ്. എൻ്റെ ഈശ്വര, മോഷണം മുതലോ എന്ന് ചോദിക്കാണ്. എല്ലാത്തിനും കയറി സെല്ലിട്ട് അടയ്ക്കാൻ കേട്ടോ. ഈ സമയത്ത് മഹേഷിനോട് സച്ചി പറയുന്നുണ്ട്, എടാ ഇവന്മാരെല്ലാം കള്ളന്മാരാ, മോഷ്ടിച്ച് സാധനങ്ങളാണ് വിൽക്കാൻ ശ്രമിച്ചത്, അതുപോയി മേടിക്കാനാണല്ലോ നമ്മൾ പോയത് എന്ന് പറയാണ്. എടാ കള്ളന്മാരെ, നിങ്ങൾക്ക് ഇമ്മാതിരി പണിയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പം അവന്മാര് പണി പറയണ്ടോ, ജീവിച്ച് പോകണ്ട ചേട്ടാ, പിന്നെ കൂടുതൽ ഷോയം നിറക്കണ്ട, വലിയ ഇത് കാണിക്കാൻ വന്നാലേ നിങ്ങൾ ഞങ്ങളെ കൂടുതലുള്ളവരാന്ന് ഞങ്ങളങ്ങോട്ട് പറയും എന്ന് പറയുമ്പോൾ സച്ചിയുടെ മിണ്ടാതെ നിൽക്കായിരിക്കും. ഈ സമയത്ത് ഇവർ കൊണ്ടുവന്ന ഈ സാധനങ്ങളെല്ലാം കൂടി പിടിച്ചെടുത്തുകൊണ്ട് പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഓണർമാർ വന്ന് സാധനങ്ങളൊക്കെ നോക്കിയെടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ സുധിയുടെ എൻട്രി. എന്തായാലും സച്ചിക്ക് കിട്ടിയ ലോട്ട് തന്നെ ആയിരുന്നല്ലോ അത്. മഹേഷ് വിളിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, വരാൻ പറ്റിയതുമൊക്കെ. സച്ചി നോക്കുമ്പോഴേക്കും ദേ നിൽക്കുന്ന സുധി ആ സ്റ്റേഷനിൽ എസ്ഐയുടെ മുമ്പിൽ, സാറേ ഈ കാണുന്ന എൻ്റെ സാധനങ്ങൾ ഇവന്മാർ മോഷ്ടിച്ചോണ്ട് പോയി സാറേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മഹേഷ്, എടാ സച്ചി ദേവന്റെ ഏട്ടൻ എവിടെ എന്നും പറഞ്ഞ് സച്ചി നോക്കാണ്. ഇത് സുധിയല്ലേ എന്നും പറയാണ്. ആ ഫോൺ എടുത്തിട്ട് സച്ചി ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ, വീഡിയോ ഓൺ ചെയ്യാണ്. എന്നിട്ട് ഈ കള്ളൻ ഇവിടെ എത്തിയോ, ഇതിന് പിന്നിലൊക്കെ എന്തോ രഹസ്യം ഉണ്ടല്ലോടാ എന്ന് പറഞ്ഞൊരു മിണ്ടാ നിന്നിട്ട് അതൊന്ന് വീടെടുക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, സാറേ ഇവന്മാരെൻ്റെ കടയിൽ വന്ന് 5 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു, എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നിട്ട് അത് കള്ളപ്പണമാണെന്നും പറഞ്ഞ് ഇവന്മാർ വിജിലൻസുകാരാണെന്നും പറഞ്ഞുകൊണ്ട് ആ കാശ് ഇവന്മാരെന്നെ മേടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. സാറേ അതിൻ്റെ പേരിൽ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നറിയോ, എൻ്റെ വീട്ടിലിരുന്ന സ്വർണ്ണം എടുത്ത് പണയം വെച്ചിട്ടാണ് ആ പൈസ ഞാൻ ഡീലർമാർക്ക് കൊടുത്തത്. അത് മാത്രമല്ല എൻ്റെ ഭാര്യയോട് ഞാൻ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയത് പോലും പറഞ്ഞു പോയി, അതിന് വേണ്ടിയിട്ടും കൂടെ ആ സ്വർണം വിറ്റ് ഞാൻ കാശാക്കി കൊടുത്ത് ഈ നാശം പിടിച്ചവന്മാർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് സുധി ദേഷ്യപ്പെടുമ്പോൾ, എടോ ഇത്ര വലിയ ബിസിനസ്സുകാരാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിഞ്ഞൂടെ? അല്ല താൻ ബില്ലിട്ട് കൊടുത്തില്ലേ? സാറേ ബില്ലില്ലാതെ മതിയെന്ന് ഇവന്മാർ പറഞ്ഞതാ, കാശ് കുറച്ച് തരാന്ന്, അതുകൊണ്ട് പറ്റിപ്പോയതാ. ഇത്രയും വലിയ ബിസിനസ്സുകാരൊക്കെ ബില്ലില്ലാതെ സാധനങ്ങൾ കൊടുക്കുമ്പോഴേ ഒന്ന് ആലോചിക്കണം, ഇതുപോലുള്ളവന്മാരൊക്കെ ചുറ്റും ഉണ്ടെന്നുള്ള ആ ഓർമ്മ വേണ്ടടോ. താനൊക്കെ ഒരു ബിസിനസ്സുകാരാണോ എന്നൊക്കെ ചോദിക്കാണ്. ഇക്കൂട്ടത്തിലും കാണാം തൻ്റെ സാധനം നോക്കിക്കേ. എല്ലാം പോയി നോക്കിയിട്ട്, അയ്യോ സാറേ ഇതിലൊന്നും എൻ്റെ സാധനങ്ങളൊന്നും ഇല്ല, 5 ലക്ഷം രൂപയുടെ സാധനമാ സാറേ എന്ന് പറയാണ്. എവിടെടാ ഇയാളുടെ സാധനമൊക്കെ എവിടെ എന്നും പറഞ്ഞ് സെല്ലിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിക്കാണ്. അത് പിന്നെ സാറേ കുറേ സാധനമൊക്കെ വിറ്റുപോയി, കുറേ ആൾക്കാരുടെ കയ്യിലാ. കേട്ടല്ലോ, കുറേ സാധനമൊക്കെ വിറ്റുപോയിട്ടുണ്ട്. എന്തായാലും തൻ്റെ കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കാം. താൻ പോയ സാധനത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ട് പോയിക്കോ. കുറേ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആ വീട്ടിൽ നിന്നെല്ലാം പോയി സാധനങ്ങൾ ഇനി റീകളക്ട് ചെയ്യണം എന്ന് പോലീസ് പറയാണ്. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടെന്ന് കേട്ടുള്ളേ തട്ടിപ്പാണെന്നൊരു മനസ്സിലാക്കാതെ അതിലേക്ക് ചാടി ഇറങ്ങുന്ന കുറെ നാട്ടുകാരും, നിനക്കൊക്കെ ബോധമില്ലടാ എന്ന് ചോദിക്കാണ്. അങ്ങനെ സുധി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ സെല്ലിൽ കിടന്ന എല്ലാവരും പുറത്തിറക്കാണ്. എന്നിട്ട് സച്ചിയോടും മഹേഷിനോടും അതുപോലെ അവിടെ വന്ന കസ്റ്റമേഴ്സിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് കള്ളന്മാരെ മാത്രം പിടിച്ച് സെല്ലിടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, എടാ നിനക്കൊക്കെ വിവരമില്ലേ, ഇത്ര വില കുറച്ചൊക്കെ ആരെങ്കിലും സാധനം വിൽക്കോ? സാറേ ഞങ്ങളും ചോദിച്ചതാ. അപ്പം ഇവന്മാരൊരു കാര്യം പറഞ്ഞു, അവർ കമ്പനി ലോഞ്ച് ചെയ്യാണ്, അതുകൊണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വില കുറച്ച് കൊടുക്കാന്നൊക്കെയാ ഇവന്മാർ ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചത് സാറേ. ദേ ഇത് കണ്ടോ, അവിടെ എല്ലാം ആ കവല മുഴുവനും ഇവർ പോസ്റ്റർ അടിച്ച് വെച്ചിരിക്കുക. ഇത് കണ്ട് പാവപ്പെട്ട ജനങ്ങളെല്ലാം വലിയ അറിവില്ലാത്തവരെല്ലാവരും അവിടെ പോയി മേടിക്കുക സാറേ, ഞങ്ങളും ആ കൊടുത്ത് പെട്ടുപോയി എന്ന് പറയുന്നുണ്ട്.
ആ ശരി ശരി, ഇനി ഇമ്മാതിരി കേസിലൊന്നും പെട്ട് ഇങ്ങോട്ടേക്ക് എന്റെ മുമ്പിലേക്ക് വരാൻ നിൽക്കണ്ട, പെട്ടെന്ന് എഴുതി ഒപ്പിട്ട് പൊക്കോ എന്നും പറഞ്ഞ മഹേഷിനെ സച്ചിയും കൂടെ വന്ന് കുറച്ച് കസ്റ്റമേഴ്സിനെ കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് വിടുന്നുണ്ട് കേട്ടോ. സച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ്, എടാ മഹേഷേ, ഒരുപാട് നന്ദിയുണ്ട്, നീ എന്റെ ഉറ്റ സുഹൃത്താടാ. നീ ഇല്ലാതെങ്കിലേ ഇതൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. എത്ര ദിവസം കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ച കാര്യം എന്നറിയാവോ ഒറ്റ നിമിഷം കൊണ്ട് നീ എനിക്ക് സാധിച്ചു തന്നത്. ഇത് ഒറ്റ ഒരെണ്ണം മതി ആ സുധിയുടെയും എൻ്റെ അമ്മയുടെയും ചീട്ട് കീറാൻ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനോട് പറയാണ്, നീ എന്നാലും സ്റ്റാൻഡിലേക്ക് വെക്കോ, ഞാൻ നേരെ പോവാ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ടേ രണ്ടെണ്ണത്തിലേക്ക് പൊരിച്ചെടുക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് എന്നിട്ട് അച്ഛമ്മേ അമ്മേ അച്ഛ എല്ലാവരും ഇങ്ങോട്ട് ഓടിവാ, എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു സിനിമ കാണിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ, സിനിമ കാണിക്കാനോ, എന്ത് സിനിമയാടാ എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടിവാ എന്ന് പറയാൻ കേട്ടോ. അച്ഛമ്മ ചോദിക്കാണ്, നിനക്ക് എന്താടാ പറ്റിയത്? ഈ നട്ടുച്ചയ്ക്ക് നീ സിനിമ കാണിക്കാൻ പോവാണ് എല്ലാവരോടും, നിന്നോട് ഞാൻ എന്താ പറഞ്ഞു വിട്ടത്? പോയി കണ്ടുപിടിക്കാനല്ലേ? അതൊക്കെയുണ്ട് അച്ഛമ്മേ. ആ ശ്രുതി എവിടെ? അവനും വന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും വിളിക്കണം കേട്ടോ. വർഷയും ശ്രീകാന്തും ശ്രുതി എല്ലാവരും ഉച്ചയൂണിനായിട്ട് വന്നിട്ടുള്ളതായിരിക്കും. എല്ലാവരും ഉണ്ട് കേട്ടോ. രേവതിയും വിളിച്ച് സച്ചി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഫോണിലെ ഈ സാധനം ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ശ്രീകാന്ത് അത് കണക്ട് ചെയ്യാണ്. ഇനി വീട്ടിലുള്ള എല്ലാവരും ഇവിടെ വന്നിരുന്നേ, ഇപ്പൊ കാണാം ഒരു സിനിമ. ശ്രുതി ചോദിക്കാണ്, ഇവന് വേറെ പണിയൊന്നുമില്ലേ? നട്ടുച്ചയ്ക്ക് അവൻ്റെ ഒരു സിനിമ. അയ്യോ ശ്രുതി, പാർലറേട്ടെത്തി, നിങ്ങളാ പ്രത്യേകിച്ച് കാണേണ്ടത്. ഇവിടെ വന്നിരിക്കുക, വന്ന് കാണ്. അമ്മയോടെ പോയി അമ്മയെ വന്നിരിക്കണം കേട്ടോ എന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ചിരുത്താം കേട്ടോ. അങ്ങനെ സച്ചി എടുത്ത ആ വീഡിയോ നമ്മുടെ ടി വിയിൽ പ്ലേ ആകുന്നുണ്ട്. ശ്രുതി ഓടി വന്നിട്ട് പറയാണ്, സാറേ എൻ്റെ കടയിലെ 5 ലക്ഷം രൂപയുടെ സാധനങ്ങളാ മോഷണം പോയത്. ഈ കള്ളന്മാർ വന്ന് മോഷിച്ചോണ്ട് പോയതാണ്. എൻ്റെ ഭാര്യയോട് ഞാനിത് വിറ്റെന്ന് പറഞ്ഞു, അതില്ലെങ്കിൽ കുറച്ചിലാവും. അതുകൊണ്ട് എൻ്റെ വീട്ടിലിരുന്ന സ്വർണം വേറെ ആരും അറിയാതെ ഞാൻ അടുത്ത് വിറ്റിട്ടാ ആ കാശ് കൊടുത്തത് എന്ന് നമ്മുടെ ക്ലിയർ ആയിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞ വീഡിയോ നല്ല പക്കായിട്ട് നമ്മുടെ സച്ചി പിടിച്ചു തന്നിട്ട് കാണിക്കാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് സിനിമയെന്നുള്ളത്. അച്ഛമ്മ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കണ്ടു അച്ഛമ്മേ എന്ന് ചോദിക്കാണ്. അച്ഛമ്മ ചാടി എഴുന്നേക്കുന്നുണ്ട്. ശ്രുതിയുടെ നേരെ പോയിട്ട് എന്താടാ ഈ കണ്ടത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ അച്ഛമ്മേ, എൻ്റെ ഒരു അവസ്ഥയ്ക്ക് ആ സമയത്ത് എന്ന് പറയുമ്പോൾ അച്ഛമ്മയുടെ ഒരൊറ്റ അടിയായിരിക്കും നമ്മുടെ ശ്രുതിയുടെ കവളത്ത് കണ്ണാടിയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അത്രയ്ക്ക് ആരോഗ്യമുള്ള കൈയാണല്ലോ നമ്മുടെ അച്ഛമ്മയുടെ. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കാണ്, ഇനിയിപ്പോ നടന്ന സംഭവം നടന്ന എങ്ങനാന്ന് ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ അടുത്ത അടി ഇപ്പൊ വീഴും. സച്ചിയുടെ അടി വീണാനുള്ള അവസ്ഥ നിനക്കറിയാലോ. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കാണ്, എന്താ ശ്രുതി ഇത്? എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം? എന്നോട് ക്ഷമിക്കണം ശ്രുതി, അന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കച്ചവടമൊക്കെ നടന്നു, ഭയങ്കര ലാഭം കിട്ടിയെന്നൊക്കെ. നീ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും വിജിലൻസിൽ വന്നിട്ട് അത് കള്ളപ്പണമാന്നൊക്കെ പറഞ്ഞ് അവന്മാര് കൊണ്ടുപോയി. ഇനി നിന്നോട് പറഞ്ഞാല് നിന്റെ മുമ്പ് ഞാൻ നാണം കെടുവല്ലോ എന്നോർത്താ, വീട്ടിലും എല്ലാവരും കൊച്ചാക്കുന്നോർത്താ ഞാൻ പറയാതിരുന്നത്. അപ്പൊ രവി പറയാണ്, അല്ല ആ സ്വർണം ചന്ദ്രയിലായിരുന്നല്ലോ, പിന്നെ നിന്റെ ഇല്ലാതെ എങ്ങനെ എത്തി എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാനിവിടെ വന്ന് അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചു. അമ്മ എന്നെ കുറെ തല്ലുകയും ചെയ്തു. എന്നിട്ട് രേവതിയുടെ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, ഒന്ന് പണയം വെക്കാൻ തരാമോന്ന് ഞാൻ അമ്മയോട് ചോദിച്ചതാ. അങ്ങനെ അമ്മ എനിക്ക് ആ സ്വർണ്ണം നൽകി എന്ന് പറയുമ്പോഴേക്കും രവിയും അച്ഛമ്മയും ചന്ദ്രയെ തുറച്ചു നോക്കാണ്. ചന്ദ്ര തലകുണ്ടിച്ച് നിൽക്കാണ് കേട്ടോ. അങ്ങനെ അമ്മയെ സ്വർണം തന്നു. ഞാൻ അതും കൊണ്ട് ജ്വല്ലറിയിലേക്ക് പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് 4 ലക്ഷം രൂപ കിട്ടുള്ളൂ, വിൽക്കുവാണെങ്കിൽ 5 രൂപ തരാന്ന്. 5 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളതുകൊണ്ടാ ഞാനത് വിറ്റത്. ആഹാ കൊള്ളാലോ, നല്ല കഥയാണല്ലോ. എന്നിട്ട് ബാക്കി പറ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എടുത്തു കൊടുക്കാന്ന് കരുതി ഞങ്ങൾ സമാധാനത്തിലിരിക്കായിരുന്നു. ആ സമയത്ത് സച്ചിൻ രേവതിയും പെട്ടെന്ന് വന്നിട്ട് ആ സ്വർണം ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സ്വർണം ഇവിടെ തന്നെ സൂക്ഷിക്കാനാ അല്ലെങ്കിൽ ഇടാനാന്നും കരുതിയിട്ടാ മുക്കുകൊണ്ട മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അതേ ബോക്സിൽ വെച്ചത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയാണ്, കണ്ടോ എല്ലാവരും കേട്ടല്ലോ, ഇവിടുത്തെ പഠിച്ച കള്ളൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? 6 പേരും ഡിഗ്രിയുള്ള പഠിച്ച കള്ളൻ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതിയോട് പോയിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രുതി? നിന്റെ ഭർത്താവിന്റെ തനി സ്വരൂപം എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. നീ എത്ര തവണ സച്ചീറിനെ കളിയാക്കിയിട്ടുണ്ട്, കൊച്ചാക്കിയിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ അതൊക്കെയെന്ന്? നിന്റെ ഭർത്താവാ ഇതിനെല്ലാം കാരണക്കാരൻ. കള്ളൻ നിന്റെ ഭർത്താവ് തന്നെയാ എന്ന് പറയാം കേട്ടോ. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ കരയുന്നുണ്ട്. നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ പതിയെ ചന്ദ്രയുടെ നേരെ തിരിയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞെല്ലാം സത്യമാണോ?
ചന്ദ്ര ഒന്നും മിണ്ടാ നിൽക്കുമ്പം പറയടി ഈ പറഞ്ഞൊക്കെ സത്യമാണോ? അത് പിന്നെ അതെ അമ്മേ, പറഞ്ഞെല്ലാം സത്യമാണ്. ഇവൻ കാരണം എനിക്കത് ചെയ്യേണ്ടി വന്നത്, എന്നോട് ക്ഷമിക്കണം അമ്മേ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ഒരൊറ്റ അടിയായിരിക്കും കേട്ടോ. ചന്ദ്ര ചൂറുണ്ട് താഴെ വീഴുന്നുണ്ട്. ആരും ഒന്ന് പിടിക്കാൻ പോലും വരുന്നില്ല കേട്ടോ. ചന്ദ്ര താഴെ എണീക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തരേണ്ടതാ എൻ്റെ അമ്മ വന്നത്. ഈ പെരയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇത്രയും കള്ളത്തരം കാണിക്കാൻ നിന്റെ മോനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എന്ത് സ്മാർട്ടായിട്ടാ നിങ്ങൾ അഭിനയിച്ചെല്ലാവരെയും പറ്റിച്ചത്. ഒന്നും അറിയാത്ത പാവങ്ങളെ പോലെ നടക്കുകയല്ലായിരുന്നോ? സച്ചി അന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ, നീ നിന്റെ മകനും ഇതിന്റെ പിന്നിൽ കാണൂന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ, ഇവനെ ബിസിനസ് അല്ല എന്ത് ഏൽപ്പിച്ചാലും ഈ പൊട്ടനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്നിട്ട് രവി പോയിട്ട് സുധിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ രേവതിയുടെ സ്വർണം വിറ്റ 5 ലക്ഷം രൂപയും തിരിച്ച് രേവതിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ, അച്ഛാ അത് ഞാൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്കിളെ ഞാൻ കൊടുത്തോളാം, എത്രയും പെട്ടെന്ന് രേവതിയുടെ 5 ലക്ഷം രൂപ ഞാൻ കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവനെ വലിച്ചഴിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ്. ഓ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവായിരിക്കും, ഇങ്ങോട്ട് വിടാവനെ, അവനെ ചവിട്ടിയാൻ ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ പിന്നാലെ തന്നെ ഓടുകയാണ്. ഇപ്പൊ മനസ്സിലായില്ല അച്ഛമ്മേ, ഈ വീട്ടിൽ നടക്കാൻ എന്തൊക്കെയാണെന്ന്. എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് ഈ അമ്മയാ. അവൻ എന്ത് തോന്നിവാസം കാണിച്ചാലും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അമ്മ എല്ലാത്തിനും അവന് വളം വെച്ച് കൊടുത്തോണ്ടിരിക്കാം. അച്ഛമ്മ പറയുന്നുണ്ട്, അതെനിക്ക് പണ്ടേ അറിയാം. പണ്ടേ ഇവൾ ഇങ്ങനെയായിരുന്നല്ലോ, നിന്നെ എല്ലാത്തിലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവനോടായിരുന്നല്ലോ ഇവൾക്ക് മുൻതൂക്കം. എല്ലാത്തിനും അവൻ മതിയായിരുന്നു ഇവക്ക്. ഇപ്പൊ കണ്ടില്ലേ ഓരോരോ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. ആദ്യം അച്ഛൻ 50 ലക്ഷം രൂപയായിട്ട് മുങ്ങി. രണ്ടാമത് മരുമകൾക്ക് ആ പാർലർ മേടിക്കാൻ വീട് പണയം വെച്ച് 10 ലക്ഷം രൂപ എടുത്തു. ഇപ്പതേ 5 ലക്ഷം രൂപ. ഈ കുടുംബത്തിലുള്ള പണവും സ്വർണവും സ്വത്തും എല്ലാം നിന്റെ മൂത്ത മകന് മാത്രമുള്ളതാണോടി എന്ന് ചോദിക്കാണ്. അമ്മ അത് പിന്നെ മിണ്ടിപ്പോവരുത്. പിന്നെ രേവതി മോൾ ഒരു ശബ്ദം എടുത്തു, അവളുടെ ഭർത്താവ് മേടിക്കുന്ന സ്വർണം മാത്രമേ ഇടുവുള്ളെന്ന്. എങ്കിലും അതെനിക്ക് വേണ്ടിയാ അവരത് വിൽക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് അവരെ രണ്ടിനെ കള്ളന്മാരാക്കാൻ നോക്കിയുള്ളൂ നിങ്ങള്. അവരെ കൊണ്ടുപോയ സമയത്തെങ്കിലും നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം അത് ഞങ്ങൾ അറിഞ്ഞില്ലാമേ എന്ന് കരഞ്ഞുകൊണ്ട് കവളത്ത് കൈയും വെച്ചുകൊണ്ട് പറയാൻ കേട്ടോ. നമ്മുടെ വർഷയും പറയുന്നുണ്ട്, ആന്റി എങ്കിലും അത് വളരെ ചീപ്പായി പോയി. ഒരാളുടെ സ്വർണ്ണം എടുത്ത് അവരറിയാതെ വിൽക്കാന്നൊക്കെ പറഞ്ഞ എന്നെ നാണം കെട്ട് ഏർപ്പാടായത് എന്നൊക്കെ പറഞ്ഞ് അവരും പുച്ഛിക്കാണ് കേട്ടോ. എന്തായാലും സച്ചിയേട്ടാ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. കള്ളൻ പെരയ്ക്കാത്തവനുണ്ടല്ലോ, കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അതിന് വലിയ കാര്യം എന്ന് പറയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, പിന്നെ ശ്രുതിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രക്കുള്ളതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന് ശിക്ഷയായിട്ട് ഞാൻ വിളിച്ച് ചോദിക്കും, രേവതി മോളെ ഇനി 10 ദിവസത്തേക്ക് നീ അടുക്കളയിലേക്ക് കയറിയേക്കല്ലേ. ഈ വീട്ടിലെ മൊത്തം പണി ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യട്ടെ, ഇവക്കുള്ള ശിക്ഷയാ. അത് മാത്രമല്ല ശ്രുതി എന്തുകൊണ്ട് കാശ് തരുന്നോ അന്നേ ഇനി നിനക്ക് ആ ജോലിയിൽ നിന്ന് മുക്തിയാൻ പറ്റുള്ളൂ. അല്ലാതെങ്ങാനും രേവതി മോളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാലോ ഈ അച്ഛമ്മ ആരാണെന്ന് നീ അറിയും. കേട്ടോടി കള്ളി എന്ന് വിളിക്കാണ്. എന്നിട്ട് രേവതിയോടും സച്ചിയോടും എല്ലാവരോടും പറയുന്നുണ്ട്, ഇനി മുതലേ ഇവളെ കള്ളിന്ന് വിളിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. സ്വന്തം വീട്ടിലെ സാധനങ്ങൾ കട്ടോണ്ട് വിൽക്കുന്നവളല്ലേ, അപ്പൊ അവക്ക് ആ പേര് തന്നെ നല്ലത് എന്ന് പറയാണ്. പിന്നെ അകത്തമ്മ അവനെയും കൂട്ടി രക്ഷപ്പെട്ട് ഓടിയല്ലോ. സച്ചി പറയാണ്, അവനെന്റെ കിട്ടും അച്ഛമ്മേ, ഇപ്പൊ അവര് രക്ഷിച്ചോണ്ട് പോയി, ഇനി എപ്പോഴേലും ഒറ്റയ്ക്ക് എൻ്റെ കിട്ടും, അവനെ ഇടിച്ചാനെ ചോറ് തുപ്പിക്കും എന്ന് പറയാണ്. വേണോടാ, അവന് നല്ല തല്ലിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ അവൻ ഇമാതിരി പണിന്ന് കാണിക്കില്ലല്ലോ. ഒരു നാണവും ഒരു ഉളുപ്പും ഒന്നുമില്ല. 5-6 ഡിഗ്രി ഉണ്ട് പോലും, പഠിച്ചിട്ട് കിട്ടിയതാണെന്ന് ദൈവത്തിനറിയാം എന്ന് പറയട്ടോ. അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചല്ലോ, ഇനി ഞാൻ പോവാടെ സച്ചി എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ പൈസ എന്റെ രേവതി മോളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണം കേട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രടുത്തുനിന്നും അച്ഛമ്മ പോവാണ്. അങ്ങനെ വലിയൊരു കാർമേഘം ഒഴിഞ്ഞൊരു അവസ്ഥയായിട്ട് ആ വീടിനകത്ത്. രവിയേട്ടാ അത് പിന്നെ ഞാൻ മിണ്ടി പോകരുത്, ഇനി നീ എന്റെ ഭാര്യയല്ല, ആ ഒരു അവകാശം എടുത്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് വരികയും ചെയ്യരുത്. ഇമാതിരി കള്ളത്തരം എന്റെ കൂടെ നടന്നുകൊണ്ട് നീ കാണിച്ചില്ലേ, ഇനി മേലാൽ എന്നെ നീ എന്റെ ഭർത്താവായിട്ട് കാണണ്ട, എന്നെ വിളിക്കുകയും വേണ്ട, എന്നോട് മിണ്ടുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രവി ആണെങ്കിൽ അകത്ത് കയറി ഡോർ അടയ്ക്കുന്നുണ്ട്. വർഷയും ശ്രീകാന്തും എന്ന് വെച്ചുകൊണ്ട് അവര് മുറിയിലേക്ക് പോവാണ്. രേവതിയും സച്ചിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരെ കാണുകൊണ്ട് ചന്ദ്രൻ ആകെപ്പാട് തല കുനിച്ച് നാണം കേട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. സച്ചി ചോദിക്കാണ്, നാണമില്ലല്ലോ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ കയറി പോവാനായിട്ട്? ഞങ്ങളുടെ ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പണം മാത്രം വേണം അല്ലേ, നാണമില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രൻ അക്ഷരം പോലും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കേട്ടോ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.